ഒരുപാട് പേഷ്യൻസ് വന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. പ്രഷറിന്റെ ഗുളിക മറന്നുപോയി അല്ലെങ്കിൽ കുറച്ച് ദിവസം നിർത്തി നോക്കാന്ന് വിചാരിച്ചെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം വലിയൊരു റിസ്ക് ആണ് അങ്ങനെ എടുത്ത് വെക്കുന്നത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ 3 എണ്ണം ജീവിതശൈലി രോഗങ്ങൾ. പക്ഷെ ഇതിൽ ഡേഞ്ചർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പ്രഷർ ആണെന്നുള്ളത്. ബാക്കി 2 എണ്ണത്തിന് ഞാൻ സൈലന്റ് കില്ലർ എന്ന് പറയും. ഞാൻ എളുപ്പത്തിൽ പറയാം. നമ്മളിപ്പോ ഒരു വെള്ളം കൊണ്ടുപോകുന്ന ഒരു പൈപ്പിനെ ആലോചിച്ച് നോക്കാം. ആ പൈപ്പിൽ കൂടെ നമ്മളൊരു പ്രഷറിലാണ് വെള്ളം കടത്തി വിടുന്നത് അല്ലെ? അപ്പൊ ഈ കൊണ്ടുപോകുന്ന വെള്ളത്തിന് ഇൻ കേസ് ഒരു പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്താ പറ്റുക? ആ പൈപ്പിന്റെ അവിടെ ഇവിടെയും ഹോൾ വീഴാം. ചിലപ്പോൾ പൈപ്പ് ഫുള്ളായിട്ട് അങ്ങ് പൊട്ടിപ്പോവാം. ഇത് തന്നെയാണ് നമ്മുടെ രക്തക്കുഴലിൽ സംഭവിക്കുന്നുണ്ടാവുക. ഈ പൈപ്പായിട്ട് നമ്മുടെ രക്തക്കുഴലിൽ വരുമ്പോൾ അതിലൂടെ ഈ പോകുന്ന രക്തത്തിന്റെ പ്രഷർ കൂടുമ്പോൾ എന്ത് പറ്റും? നമുക്ക് ഇന്റേണൽ ഹെമറേജസ് വരാം. ഇന്റേണൽ ഹെമറേജസ് എന്ന് പറയുന്നത് നമുക്ക് ബ്രെയിനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ റോക്ക് പോലുള്ള വരാം. അപ്പോൾ തളർന്ന് പോകുന്ന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെ വരും. രണ്ടാമത്തത് ഹൃദയത്തിന്റെ ഈ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റാക്കിലോട്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പോവാം. ഏതെങ്കിലും നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ കിഡ്നി ആയിക്കോട്ടെ, ലിവർ ആയിക്കോട്ടെ, കുടലോ അങ്ങനെയുള്ള ഇന്റേണൽ ഓർഗൻസ് ഏതും ആയിക്കോട്ടെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ബ്ലീഡിങ് നടന്നിട്ട് പിന്നെ ആ ഓർഗൻസ് നശിക്കാൻ പെട്ടെന്നുള്ള കിഡ്നി ഇഞ്ചറി വരാനോ ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനോ നമ്മുടെ ഉള്ളിൽ ബ്ലീഡിങ് നടന്നിട്ട് അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് എന്തെങ്കിലും എമർജൻസി സർജറി കാര്യങ്ങളിലോട്ടൊക്കെ വരെ പോകാനുള്ള ബുദ്ധിമുട്ട് വരും. അതായത് അപ്പം പ്രഷർ കൊണ്ടുള്ള പ്രശ്നങ്ങൾ പെട്ടെന്നാണ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് കൂടി വരും. ടാർജറ്റ് BP എന്ന് പറയുന്നത് 140-90 താഴെയാണ്. അപ്പൊ അത് കൂടുമ്പോഴത്തേക്കും നമുക്ക് എപ്പോൾ വേണേലും എന്ത് വേണേലും വരാന്നുള്ളതാണ്. അത്രയ്ക്കും റിസ്ക് ആണ്. എന്നാൽ ഷുഗർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, സൈലന്റ് കില്ലർ എന്ന് പറയാൻ കാരണം ഇവർ രണ്ടുപേരും ശരീരത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് അടിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത് നമ്മുടെ രക്തക്കുഴലുകളിലോ അല്ലെങ്കിൽ ഞരമ്പുകളിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാക്കിയിട്ടാണ് അതിന്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പൊ അത് ഒരു സൈലന്റ് ആയിട്ട് പതിയെ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് സീരിയസ് ആയിട്ട് നമ്മൾ എപ്പോഴും എടുക്കേണ്ടതും പ്രഷറിന്റെ കാര്യത്തിലാണ്. ഷുഗറിന്റെ കൊളസ്ട്രോളിന്റെ ഗുളികൾ മുടങ്ങി പോകണമെന്നല്ല, അത് 1-2 ദിവസം മുടങ്ങിയാലും പെട്ടെന്നൊരു പ്രശ്നം വരാനില്ല. പക്ഷേ പ്രഷറിൻ്റെത് പെട്ടെന്ന് നിർത്തുമ്പോൾ പെട്ടെന്ന് അതിന്റെ കോംപ്ലിക്കേഷൻസ് വരും. അതുകൊണ്ട് ഒരിക്കലും പ്രഷറിന്റെ കാര്യത്തിൽ നമ്മൾ തമാശ കാണിക്കരുത്. കറക്റ്റ് സമയത്ത് തന്നെ എടുത്ത് റെഗുലർ ആയിട്ടൊക്കെ പ്രഷർ നോക്കി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. ഇനി ഈ പ്രഷർ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ജീവിതശൈലി രോഗങ്ങളാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതശൈലി മാറ്റുമ്പോൾ തന്നെ നമുക്കിത് റെഡിയാക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഭക്ഷണത്തിൽ മാറ്റം വരുത്താം, എക്സസൈസോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാം. ടെൻഷനോ സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ മാറ്റിയെടുക്കാം. സുശീലങ്ങൾ, മദ്യപാനം ആയിക്കോട്ടെ, പുകവലി ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ പ്രഷർ എന്ന് പറയുന്ന ഒരു ഭീകരനെ എപ്പോഴും മനസ്സിൽ വെക്കുക, ശ്രദ്ധിക്കുക. സ്റ്റേ സേഫ്, ഫോളോ ഫോർ മോർ.